ബേഗിൻ്റെ താക്കോല് കുഞ്ഞു വിഴുങ്ങി വയറ്റിപ്പോയി. ഡോക്ടറെ അടുത്ത് കൊണ്ടുചെന്ന് ഡോക്ടർ 3 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ മോൻ ബേഗിൻ്റെ താക്കോല് വിഴുങ്ങി. അപ്പോൾ ഡോക്ടർ ചോദിച്ച് ഇതെന്താ ഇത്ര ദിവസം താമസിച്ച് അന്ന് കൊണ്ടുവരാൻ എന്താ? അതൊരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് കിട്ടി. അത് വെച്ച് ഞങ്ങൾ തുറന്നു. ഇപ്പം ആ താക്കോലും കാണാതെ പോയി. അതുകൊണ്ടാണ് ഡോക്ടറെ കൊണ്ടുവന്നത്. ഈ ഡോക്ടർ കാണുന്ന ഏത് തലം, പക്ഷേ ഇവർ കാണുന്ന ഇദ്ദേഹം കാണുന്ന ഏത് തലമാണ്. അപ്പോൾ ഇതുപോലെയാണ് ഗുരു കാണുന്ന കാഴ്ചപ്പാട് വേറെ, നമ്മുടെ കാഴ്ചപ്പാടും വേറെയാണ്. തൽക്കാല പരിഹാരം അതാണ് ശിഷ്യൻ കാണുന്നത്, അടിസ്ഥാനമായുള്ള മാറ്റമല്ല. അപ്പോൾ മനസ്ഥിതി മാറ്റിയാൽ പരിസ്ഥിതി നമുക്ക് മാറ്റിയെടുക്കാം. ഇത് മനസ്ഥിതി മാറ്റാതെ പരിസ്ഥിതി മാറ്റാനാണ് നോക്കുന്നത്. നമ്മൾ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ മനസ്ഥിതി മാറ്റുന്ന മാർഗം, ഭൗതികം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി മാറ്റുന്ന മാർഗം. ഏറ്റവും എളുപ്പമുള്ള ആധ്യാത്മിക മാർഗം എന്തെന്ന് ചോദിച്ചാൽ അത് ഗുരുവിലുള്ള അതിഥിലമായ വിശ്വാസവും പൂർണ്ണമായ അനുസരണയും തുറന്ന മനസ്സുമാണ്. അതുണ്ടെങ്കിൽ ശിഷ്യൻ്റെ പോരായ്മകളെല്ലാം അതിവേഗം പരിഹരിക്കപ്പെടും. ശിഷ്യയുടെ ജന്മാന്തര സംസ്കാരം നന്നായി അറിയുന്ന ആളാണ് ഗുരു. എങ്കിൽ ചോദിക്കും, ഗുരുവിൻ്റെ അടുത്ത് നിന്നവരെ, ഗുരു സ്നേഹിച്ചവരൊക്കെ ഗുരുവിന് എതിരായിട്ട് പോയിട്ടില്ലേ? അതിപ്പോഴും മാത്രമല്ല, എല്ലാ മഹാത്മാക്കൾക്കും അതുണ്ടായിട്ടുണ്ട്. കൃഷ്ണനും ഉണ്ടായിട്ടുണ്ട്, രാമനും ഉണ്ടായിട്ടുണ്ട്. ഇതറിയുന്നില്ലായിരുന്നു രാമന് അത് കള്ളന്മാനാണെന്ന്. ശിവൻ്റെ കഥ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ശിവൻ്റെ അടുത്ത് വരം പഠിച്ചത്. ആര് ഞാൻ തൊട്ടാലും ഭസ്മമാകണമെന്നല്ലേ? അങ്ങനെയുള്ള വരം ശിവൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് ശിവൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, അങ്ങയുടെ തല ഞാൻ തൊട്ട് നോക്കട്ടെ എന്ന്. അത് തങ്ങുന്നത് സത്യമാണെന്നറിയാൻ. ഇത് ശിവൻ അറിയില്ലേ? എങ്കിൽ പിന്നെ മധുകൈടവന്മാർ, ശിംഭന്മാർ, ജയവിജയന്മാർ അവർ തെറ്റിയത് പോവുകയും പിന്നെ തിരിച്ച് സംസ്കാരം അനുസരിച്ച് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്തുവിന് അറിയില്ലേ 3 പ്രാവശ്യം കോഴി കൂന്നതിന് മുമ്പ് ഇവനെ തള്ളിപ്പറയുന്നു. എന്നിട്ട് ആ ശിഷ്യനെ വെറുത്തില്ലല്ലോ. എങ്കിൽ അങ്ങനെയുള്ള ആൾ എന്തിനാ എടുത്തെന്ന് ചോദിച്ചു. ഇവിടെ ആരും ചോദിക്കുന്നില്ല. ആ തള്ളിപ്പറഞ്ഞ കൊണ്ടുകൊണ്ട് മഹത്വം പറയും. കുരിശി തറച്ചല്ലോ, അപ്പോൾ എന്തുകൊണ്ട് കുരിശി തറച്ചത് അതിന് മാറ്റിയില്ല ക്രിസ്തു? ഇതൊന്നും ആരും ചോദിക്കാറില്ല. അതൊരു മഹത്വമായിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ഇതൊക്കെ ഉണ്ടാകാം എന്ന് അഭിനയിച്ച് കാണിക്കുകയാണ്. നീ സ്നേഹിച്ചോ, വിശ്വസ്തത വയ്ക്കേണ്ടത് സൂക്ഷിച്ചു വേണം. എല്ലാവരെയും നീ നിന്നെപ്പോലെ സ്നേഹിച്ചോ, പക്ഷേ വിശ്വസ്ത ഒരു സാധനം കൈകാര്യം ചെയ്യണമെങ്കിലും നീ ഒന്നുകൂടി ചിന്തിച്ച് ചെയ്യാവുള്ളൂ. പെട്ടെന്ന് എടുത്തിയാട്ടെന്ന് ശാസ്ത്രം പോലും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായാലും അവർക്കെന്താ? അവരാത്മാവെന്നുള്ള ചിന്തയിൽ മരണവും അവർക്കില്ല, ജന്മവും അവർക്കില്ല. പക്ഷെ അവർ മറ്റുള്ളവരെ പറ്റാവുന്ന ചെയ്യും. എല്ലാ വിത്തും കിളിക്കണമെന്നില്ലല്ലോ, എല്ലാ പൂവും കായാകണമെന്നില്ല, എല്ലാ കായും പഴുക്കണമെന്നുമില്ല. കൊഴിഞ്ഞു പോവും. എന്നാലും കുറച്ചെങ്കിലും ലക്ഷ്യമിട്ട ഒന്നെങ്കിലും പിന്നെ അത്രയും നല്ലതല്ലേ. ഇപ്പം IPS IAS എത്ര പേർ എഴുതി എത്ര പേർക്ക് കിട്ടുന്നത്? നമ്മളാരും പഠിക്കാതിരിക്കുന്നു? ഇല്ല. ലോട്ടറി എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? ആരും ലോട്ടറി എടുക്കാതിരിക്കുന്നു? ലോട്ടറി അടിക്കുന്ന വെല്ലപ്പെട്ടവർക്കാണ്, പക്ഷേ നമ്മളാരും ലോട്ടറി എടുക്കാതിരിക്കുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും നമ്മൾ പറയണ്ട. അവരുടെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും വേറെയാണ്. അതുകൊണ്ടല്ലേ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കൽ ശിഷ്യൻ വെള്ളം കോരാൻ പോയപ്പോൾ അങ്ങോട്ട് നടന്ന് കുടം കൊണ്ട് പോയപ്പോൾ തിരിച്ച് വിളിച്ച് ചെവിക്ക് പിടിച്ചു, നീ കുടം അടയ്ക്കരുതെന്ന് പറഞ്ഞു. അടുത്ത നാളത് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ദേഷിച്ച്. അങ്ങ് ഒരു സദ്ഗുരുവാണോ? അവൻ വെള്ളം കോരി കുടം അടച്ചതൊന്നുമില്ല. അവന് മുമ്പ് അങ്ങ് ചെവിക്കകത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കഷ്ടമല്ലേ? ഒരു അനീതിയല്ലേ, അധർമ്മമല്ലേ? ഓ, നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണ്. പക്ഷേ കുടം ഉടച്ചു കഴിഞ്ഞ് ചെവി പിടിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഈ പോകുമ്പോൾ ശ്രദ്ധിച്ച് പോകണമെന്നുള്ള ഒരു അവയർനെസ് കൊടുത്താലേ അവൻ ശ്രദ്ധിക്കുള്ളൂ. അതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് വരും, അതുകൊണ്ട് എങ്ങനെ ജാഗ്രതയെ നീങ്ങണം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് പഠിക്കണം. അപ്പോൾ ഗുരു എപ്പോഴും സത്യം പറയുകയല്ല, പറയുന്ന സത്യം തീരുകയാണ്. ശിഷ്യയുടെ ശക്തിയും ദൗർബല്യങ്ങളും എല്ലാം ഗുരുവിന് നന്നായി അറിയാം. എന്നാലും അവരെ പേന എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അതിനുവേണ്ടി അവർ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടേയിരിക്കും.